الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വറത്തിലിൽ ഖുർആന തർത്തീല എന്നൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ യഥാവിധി ക്രമപ്രകാരം സാവധാനം നിർത്തിവെക്കി പാരായണം ചെയ്യാന്നൊക്കെയാണ് ഈ പരിഭാഷകന്മാർ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ യഥാവിധി നിർത്തി ക്രമപ്രകാരം പാരായണം ചെയ്യുക. അതേപോലെ അല്ലദീന ആതൈനാഹുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, നാം ഖുർആൻ നൽകിയ അല്ലെങ്കിൽ നാം ഗ്രന്ഥം നൽകിയ ആൾക്കാർ കിതാബിനെ ഹക്കായ രീതിയിൽ, അതിന്റെ ശരിയായ രീതിയിൽ, അതിന്റെ ന്യായമായ രീതിയിൽ പാരായണം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിലാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് ശരിയായി പാരായണം ചെയ്യണം. അതിന് ഖുർആൻ ഈണത്തിൽ പാരായണം ചെയ്യാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു. സഹാബികളും താബികളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എങ്ങനെ പാരായണം ചെയ്തു കൊടുത്തോ അതേ രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്ക് പാരായണം ചെയ്തു കൊടുത്തു. അതുപോലെയാണ് പിന്നീട് ആ പാരായണം ക്രമമായി നടന്നുകൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല, നമുക്കറിയാം, ചരിത്രം പറയുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നമ്മൾ ഉസ്മാനി മുസ്ഹഫ് എന്ന് പറയുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫ് ക്രോഡീകരിക്കുന്ന സന്ദർഭത്തിൽ ഓരോ സ്ഥലത്തേക്കും ഒരു ഖുർആൻ കോപ്പിയും അതോടൊപ്പം ഒരു കാരിനെയുമാണ് നിശ്ചയിച്ചു കൊടുക്കുന്നത്, ഒരു പാരായണ വിശാരദനെ എങ്ങനെ പാരായണം ചെയ്യണം എന്ന്. അപ്പൊ അന്ന് മുതൽ ഇന്നോളം ഇതേ രീതിയാണ് ഫോളോ ചെയ്തു വരുന്നത്. അതാണ് ഈ ഖുർആൻ അല്ലെ തജ്വീദിലെ ഖുർആൻ പാരായണത്തിലൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർ സനതുള്ളവരാണെന്ന് പറയും. സനതുള്ളവരെന്ന് പറഞ്ഞാൽ അവരുടെ ഗുരു തൊട്ട് മുമ്പുള്ള ഗുരുവിൽ നിന്നും നേരിട്ട് വാമൊഴിയായും വരമൊഴിയായും നേരിട്ട് കേട്ട് പഠിച്ചിട്ടുള്ളവരാണ്. ആ പഠിച്ച അവരുടെ ഗുരു നേരിട്ട് അവരുടെ ഗുരുവിൽ നിന്നും നേരിട്ട് കേട്ട് പഠിച്ചിട്ടുള്ളവരാണ്. അയാളുടെ ഗുരു നേരിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ട് പഠിച്ചിട്ടുള്ളവരാണ്. അപ്പൊ സനത് ലഭിച്ച കാര്യം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ട് പഠിച്ച ആളിൽ നിന്നും കേട്ട് പഠിച്ച ആളിൽ നിന്നും കേട്ട് പഠിച്ച ആളിൽ നിന്നും കേട്ട് പഠിച്ച ആൾ, അങ്ങനെ ഏതെങ്കിലും വഴിയിൽ നേരിട്ട് കേട്ട് പഠിച്ച ആൾക്കാർക്കാണ് സനതുള്ളത് എന്ന്. പിന്നെ അവരുടെ ഉസ്താദിന് എന്ത് ചെയ്യണം? ഇതേപോലെ മുഴുവനായി പാരായണം ചെയ്ത് കൊടുക്കണം. വ്യത്യസ്ത പാരായണ രീതി അനുസരിച്ച് പാരായണം ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവര് എന്ത് ചെയ്യും? അവരുടെ ശിഷ്യന് സനത് കൊടുക്കും. അപ്പൊ ഈ രീതിയിലാണ് അതിന്റെ രീതി ഉള്ളത്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഖുർആൻ പാരായണത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം നാം വിട്ടുകളയാൻ പാടില്ലാത്ത ഒരു കാര്യം, ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളതല്ല. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, വേറൊരാൾക്ക് നമ്മൾ പാരായണം ചെയ്ത് കൊടുക്കുമ്പോൾ ഒക്കെ മനോഹരമായി ഈണത്തിൽ പാരായണം ചെയ്യണം. അതേസമയം ഖുർആൻ അവതരിച്ചിരിക്കുന്നത് എന്തിനാണ്? ഖുർആന്റെ അവതരണ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത് അഫലാ യതദബ്ബറൂന ഖുർആൻ കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി. ഖുർആൻ നാം അവതരിപ്പിക്കും, കിതാബുൻ ഈ ഗ്രന്ഥം, അൻസൽനാഹു അതിനെ നാം ഇറക്കി, ഇലൈക താങ്കൾക്ക്, ലിയദബ്ബറു ആയാതിഹി അതിലെ സൂക്തങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഖുർആന്റെ യഥാർത്ഥ അവതരണ ലക്ഷ്യം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ്, അമൽ ചെയ്യുക എന്നതാണ്. അപ്പോ അതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് അഫലാ യതദബ്ബറൂന ഖുർആന അമല ഖുലൂബിൻ അഖ്ഫാരുഹ, അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതല്ല അവരുടെ ഹൃദയങ്ങളിൽ താഴ് അല്ലെങ്കിൽ പൂട്ട് യൂണിറ്റുണ്ടോ, അത് ലോക്ക്ഡൌണിലാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോ യഥാർത്ഥ ലക്ഷ്യം ഖുർആൻ മനസ്സിലാക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലുമാണ്. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ പാരായണ നിയമങ്ങൾ ഒഴിവാക്കാനും പാടില്ല. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനെ നിയമങ്ങൾ പറഞ്ഞു പഠിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് ഇതിങ്ങനെ പാരായണം ചെയ്യണം എന്ന് വേറൊരാളെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നിയമങ്ങളും അതിന്റെ രീതിയൊക്കെ ഉരുത്തിരിഞ്ഞത്. അപ്പൊ എന്തായിരുന്നാൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ യഥാവിധി ശരിയായ രീതിയിൽ പാരായണം ചെയ്യണം.
അപ്പോ നിങ്ങൾക്ക് ഇവിടെ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് റഹ്മത്തുള്ള നദ്വി എന്ന അധ്യാപകനെയാണ്. റഹ്മത്തുള്ള നദ്വി അൽ ഫലാഹ് ഖുർആൻ പഠന കേന്ദ്രത്തിൽ നിന്നും ഹിഫ്ള് പൂർത്തീകരിച്ച ആളാണ്. നമ്മുടെ ഹിഫ്ള് അധ്യാപകനാണ്. അതോടൊപ്പം ദാറുൽ അർക്കമിൽ നിന്നും ആലിം കോഴ്സ് പഠിച്ചിട്ടുള്ള ആളുമാണ്. ആലിമാണ്, അതോടൊപ്പം ഹാഫിളാണ്, തജ്വീദൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. ആ അർത്ഥത്തിലാണ് നാം എന്ത് ചെയ്തിരിക്കുന്നത്, റഹ്മത്തിനെ അധ്യാപകനായി, ഈ തജ്വീദ് അധ്യാപകനായി ചെയ്യും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ റഹ്മത്ത് നിങ്ങളെ പരിചയപ്പെടുത്തും. ഞാൻ നേരത്തെ ഇബ്രാഹിം ആണെന്നല്ലേ പറഞ്ഞത്? ഇബ്രാഹിം ദുബൈയിൽ നിന്ന് അല്ലെങ്കിൽ യു എയിൽ നിന്നും തജ്വീദ് പഠിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെയ്യുന്നത് തജ്വീദ് നിയമം പഠിപ്പിക്കലല്ല, മറിച്ച് എന്താണ്, പ്രാക്ടിക്കലായി പ്രായോഗികമായി എങ്ങനെ പാരായണം ചെയ്യണം എന്നതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡന്റ് ആദ്യമായി ചെയ്യേണ്ടത് ഖുർആൻ നോക്കി എങ്ങനെ ശരിയായ രീതിയിൽ പാരായണം ചെയ്യാൻ പറ്റും. അപ്പൊ ഖുർആൻ നോക്കി ഓതുമ്പോൾ ശരിയായ രീതിയിൽ പാരായണം ചെയ്താൽ പിന്നീട് അതനുസരിച്ച് ഹിഫ്ളാക്കണം. അപ്പൊ ഹിഫ്ളാക്കുമ്പോൾ നോക്കി ഓതിയിട്ടാണല്ലോ പിന്നീട് ഹിഫ്ളാക്കും. അപ്പൊ നോക്കി ഓതണം, നോക്കി ഓതുമ്പോൾ തജ്വീദ് അനുസരിച്ച് നോക്കി ഓതണം, പിന്നീട് അതനുസരിച്ച് ഹിഫ്ളാക്കണം. പിന്നെ രണ്ടാമത് പാരായണം ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തജ്വീദ് അനുസരിച്ച് തന്നെ പാരായണം ചെയ്ത് വരും. ഇതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ അദ്ദേഹം തജ്വീദ് പഠിപ്പിക്കാൻ സന്നദ്ധമായി കഴിഞ്ഞാൽ, അതായത് തജ്വീദ് പഠിപ്പിക്കാനുള്ള യോഗ്യത ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പിന്നീട് തജ്വീദ് പഠിപ്പിക്കണമെങ്കിൽ തജ്വീദ് നേരത്തെ പറഞ്ഞ പോലെ തജ്വീദിന്റെ നിയമങ്ങളുണ്ട്. എവിടെ വെളിവാക്കണം, എന്തുകൊണ്ട് വെളിവാക്കണം എന്നൊക്കെ പറയുന്ന നിയമങ്ങൾ വേറെ പഠിക്കണം. അപ്പൊ നമ്മുടെ പ്രാഥമിക ഘട്ടത്തിലാണ്. ഇപ്പോ നേരത്തെ ഇബ്രാഹിം പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഈജിപ്തുകാരനായ ഷേഖ് ഉസ്താദ് പഠിപ്പിക്കുന്നത് പ്രായോഗികമായി എങ്ങനെ പാരായണം ചെയ്യണം എന്നതാണ്. ഞാനും സൗദി അറേബ്യയിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രഥമഘട്ടം എന്ന് പറയുന്നത് പ്രായോഗികമായി പാരായണം ചെയ്യുന്നത് എങ്ങനെ എന്നതാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാം ഘട്ടം ആണ് പിന്നീട് നിയമങ്ങൾ അനുസരിച്ച് പഠിക്കുന്നത്. അപ്പോ അങ്ങനെ പ്രായോഗികമായിട്ടുള്ള പഠനമാണ് നമ്മൾ ഇപ്പോൾ നടത്തുന്നത്. ഇതിന്റെ മിനിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 മാസമാണ്. 6 മാസം നിങ്ങൾ ഇത് ഉസ്താദ് നിങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ പിന്നെ പറഞ്ഞ ഘടനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യാം. ബാക്കി സമയം ഉസ്താദിന് വേണ്ടി വിളിക്കുകയാണ്. ഘടന, ഇതിന്റെ ക്രമവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ അദ്ദേഹം ഒരു പള്ളിയിലെ ഇമാമ് കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ നിശ്ചയിച്ച സമയം മാറ്റിയത്. അപ്പൊ അതിൽ ഞാൻ നിങ്ങളോട് ക്ഷമയിക്കുകയാണ്. കാരണം നമ്മളൊരു സമയം നിശ്ചയിച്ചത് നേരത്തെ കുറെ ആലോചന കഴിഞ്ഞ ശേഷമാണ് സമയം നിശ്ചയിച്ചത്. അന്ന് അദ്ദേഹം പള്ളിയിലെ ഇമാം ആയിരുന്നില്ല, വേറെ സ്ഥലത്ത് ഇമാം ആയിരുന്നത്. ആ വിട്ടു നിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ഇപ്പോ അദ്ദേഹം ഒരു സ്ഥലത്ത് ഇമാം കൂടിയാണ്. അപ്പോ ജഹറായി പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ അദ്ദേഹം ഇമാമത്ത് നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, സമയം മാറ്റേണ്ടി വന്നത്. അതുകൊണ്ട് തൽക്കാലം സഹകരിക്കുക എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ. അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം ഈ ഘടനയുമായി ബന്ധപ്പെട്ട്, ഇതിന്റെ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മൈക്ക് റഹ്മത്തുള്ള ഉസ്താദിന് കൈമാറാം. ഓക്കെയാണ്. അപ്പോ റഹ്മത്തുള്ള, അഹ്ലൻ വസഹ്ലൻ. ഹലോ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? സ്ക്രീൻ ഷെയർ വീഡിയോ ഷെയർ സ്ക്രീൻ ഷെയർ. കാണുന്നുണ്ട്? ഹലോ, കാണുന്നുണ്ട്. സ്ക്രീൻ കാണുന്നുണ്ട്. വീഡിയോ എടുക്കുക ഉസ്താദേ. വീഡിയോ ഓൺ ആണ്. വീഡിയോ കാണുന്നില്ല? കാണുന്നുണ്ട്. എനിക്കാണത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
اللهم بارك على محمد وعلى آل محمد إبراهيم إنك حميد مجيد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. ഇൻഷാല്ലാ നമ്മള് അള്ളാഹുവിന്റെ കലാം ആയ ഖുർആൻ അത് ഓഡിയോ കട്ടാകുന്നുണ്ടല്ലോ. നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കേൾക്കുന്നില്ല? ഹലോ ഹലോ നെറ്റ് പ്രോബ്ലം ഉണ്ടാവും. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓഡിയോ കട്ടാകുന്നുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ട്. വീഡിയോ ഓഫ് ചെയ്തോ? അവിടെ നെറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിനെ എങ്ങനെയാണോ ഖുർആൻ പാരായണം ചെയ്തത് അതേ രൂപത്തിലായിരിക്കണം നമ്മളും ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്തതെന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടി പാരായണം ചെയ്തു എന്ന് വറത്തിലിൽ ഖുർആന തർത്തീല എന്ന ആയത്തിന്റെ അതിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാര് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേ രൂപത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ആ സഹാബ വനിതയോട് ഇതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് അവര് പറയുകയാണ്, ഓരോ വാക്കുകളും വ്യക്തമാക്കിക്കൊണ്ട് അവര് ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തിരുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഓതേണ്ടത് ആയിട്ടാണ് നമ്മള് ഇൻഷാ അല്ലാഹ് ഇൽമു തജ്വീദ് ഖുർആൻ പാരായണ കല തജ്വീദ് പഠിക്കാൻ ഖുർആൻ എങ്ങനെ ഓതണം, എവിടെ മണിക്കണം, അതേ രൂപത്തിൽ എവിടെ മറച്ചു മണിക്കണം, ആ രൂപത്തിലുള്ള ഖുർആനിന്റെ തജ്വീദിന്റെ വശങ്ങള് ഇൻഷാ അല്ലാഹ് നമ്മള് ചർച്ച ചെയ്യും. അപ്പോ പരസ്പരം നമ്മൾ ചർച്ച ചെയ്ത് പഠിക്കും. അറിയാത്തത് നമ്മൾ പരസ്പരം ഷെയർ ചെയ്യും. അങ്ങനെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുക. ഈ ഒരു ടെക്സ്റ്റിൽ ഒന്നാമത്തതായിട്ട് വരുന്നത് ഒന്നാമത്തെ സെക്ഷൻ, മൊത്തം 24 സെക്ഷൻ ഉണ്ട്. ഒന്നാമതായി വരുന്നത് ദീർഘം എന്ന് വെച്ചാല് അറബിയിൽ മദ് എന്ന് പറയും. മദ്, നീട്ടൽ. അപ്പോ സാധാരണ ദീർഘം അഥവാ നീട്ടല് സാധാരണ ആയ ദീർഘമുണ്ട്. അതേ രൂപത്തിൽ അസാധാരണമായ ദീർഘമുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് സാധാരണ ദീർഘം അഥവാ പൊതുവായ മദ്, അഥവാ സാധാരണ രൂപത്തിൽ നീട്ടേണ്ടത് എങ്ങനെയാണ്. നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ കാണാൻ പറ്റും. ഫതഹുള്ള അക്ഷരത്തിന് ശേഷം അലിഫും കെസറുള്ള അക്ഷരത്തിന് ശേഷം യാവും ദമ്മുള്ള അക്ഷരത്തിന് ശേഷം വാവും വന്നാൽ അവിടെ 2 ഹറക്കത്ത് നമ്മൾ നീട്ടി പാരായണം ചെയ്യുക. അഥവാ ഒരു ഫതഹുള്ള അക്ഷരത്തിന് ശേഷം അലിഫ് വന്നാൽ 2 ഹറക്കത്ത് നമ്മൾ എന്ത് ചെയ്യണം? നീട്ടി ഓതണം. ഒരു കെസറുള്ള അക്ഷരത്തിന് ശേഷം യാ എന്ന അക്ഷരം വന്നാൽ ആ കെസറിന് എന്ത് ചെയ്യണം? 2 ഹറക്കത്ത് നീട്ടി പാരായണം ചെയ്യുക. അതേ രൂപത്തിലാണ് ഒരു ദമ്മുള്ള അക്ഷരത്തിന് ശേഷം വാവ് വരികയാണെങ്കിൽ ആ ദമ്മുള്ള അക്ഷരത്തെ 2 ഹറക്കത്ത് നീട്ടി പാരായണം ചെയ്യുക. ഇതാണ് സാധാരണയായിട്ട് നീട്ടേണ്ട മദ്ദുകൾ അഥവാ 2 ഹറക്കത്തുകളാണ്. കേൾക്കുന്നില്ലേ? ഹലോ ഹലോ കേൾക്കുന്നുണ്ട്. അപ്പോ ഈ 2 ഹറക്കത്ത് നീട്ടുന്ന മദ്ദിനാണ് സാധാരണ ദീർഘം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് എക്സാമ്പിൾ കാണാൻ പറ്റും. നൂഹീഹ എന്ന ഒരു വാക്ക്, നൂഹീഹ. ഈ ഒരു വാക്കിൽ 3 മദ്ദും വന്നിട്ടുണ്ട്. അഥവാ
ഫത്ഹിന് ശേഷമുള്ള അലിഫ് വന്നു, കെസറുള്ള അക്ഷരത്തിന് ശേഷമുള്ള യാ വന്നു, അതേ രൂപത്തിൽ ദമ്മുള്ള അക്ഷരത്തിന് ശേഷം വാവ് വന്നു. ഇവിടെ നൂഹീഹ എന്ന വാക്ക് നോക്കിയാൽ ഒന്നാമത്തെ അക്ഷരം എന്താണ്? നൂനാണ്. ആ നൂനിന് ദമ്മുണ്ട്. ആ ദമ്മുള്ള അക്ഷരത്തിന് ശേഷം ഒരു വാവ് കടന്നു വന്നു. അപ്പോ ആ നൂനിന് എന്ത് ചെയ്യണം? ആ ദമ്മുള്ള നൂനിനെ 2 ഹറക്കത്ത് നീട്ടണം. അതേ രൂപത്തിലാണ് രണ്ടാമത്തെ ഭാഗമായ ഹ. ആ ഹായിന് കെസറുണ്ട്, അതിനുശേഷം യാ വന്നു. അപ്പൊ കെസറുള്ള അക്ഷരത്തിന് ശേഷം യാ കടന്നു വന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അവിടെ കെസറുള്ള അക്ഷരമായ ഹായെ 2 ഹറക്കത്ത് നീട്ടണം. നൂഹി, നൂഹി. മൂന്നാമത്തത് എന്താണ്? ഹ. അവിടെ ഫത്ഹാണ് വന്നിട്ടുള്ളത്. ആ ഫതഹുള്ള അക്ഷരത്തിന് ശേഷം അലിഫ് കടന്നു വന്നു. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം? ആ അലിഫിനെ അല്ലെങ്കിൽ ഫതഹുള്ള അക്ഷരത്തെ 2 ഹറക്കത്ത് നീട്ടി ഉച്ചരിക്കും. ഇതാണ് സാധാരണയായ ദീർഘം, അഥവാ 2 ഹറക്കത്താണ് സാധാരണ ദീർഘം നീട്ടുക. 2 ഹറക്കത്ത്. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടാവും? ഇപ്പൊ ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ? അഥവാ സാധാരണ ദീർഘം 2 ഹറക്കത്താണ് നമ്മൾ നീട്ടേണ്ടത്. ഹലോ, ഓക്കെ ആണ്. ഓക്കെയാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ സെക്ഷൻ ഹറക്കത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞു 2 ഹറക്കത്ത് നീട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ഹറക്കത്ത്? ഇപ്പൊ തജ്വീദിന്റെ വശത്ത്, അല്ലെ തജ്വീദിന്റെ നിയമപ്രകാരം ഹറക്കത്ത് എന്നുള്ളത്, ഒരു ഹറക്കത്ത് എന്നാൽ ഒരു വിരൽ മടക്കുന്ന സാധാരണ ഗതിയിലെടുക്കുന്ന ഒരു സമയം. ഒരു ഹറക്കത്ത് എന്ന് വെച്ചാല് നമ്മളെ വിരലിൽ ഒരു വിരൽ മടക്കുന്ന ഒരു സമയം ഉണ്ടാവും. ആ ഒരു സമയത്തിനാണ് ഒരു ഹറക്കത്ത് എന്ന് പറയുന്നത്. അപ്പൊ 2 ഹറക്കത്ത് എന്ന് പറയുമ്പോൾ 2 വിരൽ മടക്കുന്ന ആ ഒരു വേഗതയ്ക്കാണ് എന്ത് 2 ഹറക്കത്ത് ഉള്ള ഒരു സമയമാണ് എന്ത് 2 ഹറക്കത്ത് എന്നുള്ളത്. അപ്പൊ നമ്മൾ 2 ഹറക്കത്ത് നീട്ടുക എന്ന് പറയുമ്പോൾ, ഇപ്പൊ നൂഹീഹ എന്ന വാക്കിൽ നമ്മൾ 2 ഹറക്കത്ത് നീട്ടുമ്പോൾ ആ 2 വിരല് മടക്കുന്ന ആ ഒരു സമയമാണ് 2 ഹറക്കത്ത് എന്താണ് നീട്ടുന്നതിന്റെ, ദീർഘത്തിന്റെ ആ ഒരു സമയം. ഇത് മദ്ദിന്റെ ഇനങ്ങൾ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? 2 ഹറക്കത്ത് എന്നുള്ള ചിലപ്പോ 4 ഹറക്കത്തില് നീട്ടേണ്ടി വരും. ചില സമയങ്ങളിൽ ചില മദ്ദിനെ, ചില ദീർഘത്തെ 5 ഹറക്കത്ത് നീട്ടേണ്ടി വരും. ചില ഇടങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും? 6 ഹറക്കത്ത് വരെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ നീട്ടേണ്ടി വരും. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യും? അവിടെ ദീർഘത്തിന്റെ അളവ് മാറും. ഇതാണ് തജ്വീദിൽ ഹറക്കത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ച സാധാരണ ദീർഘമാണ്. സാധാരണ ദീർഘം 2 ഹറക്കത്താണ് നീട്ടേണ്ടത്. 2 ഹറക്കത്ത് എന്ന് പറയുന്നത് 2 വിരല് മടക്കുന്ന ആ ഒരു സമയമാണ് 2 ഹറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസാധാരണ ദീർഘം, അഥവാ ഇപ്പൊ നമ്മൾ സാധാരണ ദീർഘം പഠിച്ചു, അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. എന്ത്? നൂഹീഹ. നമുക്ക് വേറെ എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണുന്നുണ്ടല്ലേ? സ്ക്രീൻ ഷെയർ കാണുന്നില്ലേ? ഹലോ, കാണുന്നുണ്ട്. ഓക്കെ. സൂറത്തു നബ ആണ്. സൂറത്തു നബയില് ബ്ലൂ കളറായിട്ടുള്ള ഭാഗങ്ങൾ, ബ്ലൂ കളറായിട്ട് അടയാളപ്പെടുത്തിയ ഭാഗങ്ങളൊക്കെ സാധാരണ ദീർഘത്തിന് ഉദാഹരണങ്ങളാണ്. നോക്കാം. ഒന്നാമത്തെ ആയത്തിൽ എന്താണ്? അമ്മ യതസാഅലൂൻ. അവിടെ ലാമ് എന്തോന്നു? ദമ്മു വന്നു. ലാമിന് ദമ്മു വന്നു. അതിനുശേഷം എന്ത് വന്നു? വാവ് വന്നു. അപ്പൊ ദമ്മു അക്ഷരത്തിന് ശേഷം അതേ രൂപത്തിലാണ് അൽ അസീം എന്ന വാക്കില്, അനിന്നബഇൽ അസീം എന്ന വാക്കില് എന്ത് വന്നു? അവിടെ കെസർ വന്നു. അതിനുശേഷം കെസറുള്ള അക്ഷരത്തിന് ശേഷം എന്ത് വന്നു? യാ കടന്നു വന്നു.
അപ്പൊ ഇവിടെ സാധാരണ സാധകത്തിനുള്ള ഉദാഹരണമാണ് ഇവിടെ 2 ഹറക്കത്ത് നമ്മൾ നീട്ടാം. അതേ രൂപത്തിലാണ് അല്ലദീ എന്ന വാക്കിൽ 3-ാമത്തെ ആയത്തിൽ നമുക്ക് ബ്ലൂ മാർക്ക് ചെയ്ത് കാണാൻ പറ്റും. അല്ലദീ ഇവിടെ ദാലിന് കെസർ വന്നു, അതിനുശേഷം എന്ത് വന്നു? യാ എന്ന അക്ഷരം വന്നു. അപ്പോ കെസറുള്ള അക്ഷരത്തിന് ശേഷം നമ്മൾ നേരത്തെ പഠിച്ച സാധാരണ മദ് അല്ലെങ്കിൽ സാധാരണ ദീർഘം എങ്ങനെയാണ്? ഫതഹുള്ള അക്ഷരത്തിന് ശേഷം അലിഫും കെസറുള്ള അക്ഷരത്തിന് ശേഷം യാവും ദമ്മുള്ള അക്ഷരത്തിന് ശേഷം വാവും വന്നാൽ എന്ത് ചെയ്യണം? 2 ഹറക്കത്ത് നീട്ടണം എന്ന് പഠിച്ചു. ഇവിടെ ദാലിന് കെസർ വന്നു, ആ കെസറുള്ള അക്ഷരത്തിന് ശേഷം എന്ത് വന്നു? യാ വന്നു. അപ്പോ അവിടെ കെസറുള്ള അക്ഷരത്തിൽ 2 ഹറക്കത്ത്. അല്ലദീ അല്ലദീ 2 ഹറക്കത്ത് അല്ല അല്ലദീ. ഒരുപാട് 2 ഹറക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടി ഓതാൻ പാടില്ല. 2 ഹറക്കത്ത്, 2 വിരല് മടക്കുന്ന ആ ഒരു വേഗതയാണ്. അല്ലദീ ഹും ഫീഹി ഹും ഫീഹി. അവിടെ ഫീഹി എന്ന വാക്കിൽ എന്ത് വന്നു? കെസറുള്ള അക്ഷരത്തിന് ശേഷം യ അല്ലെ, ഫായിന് കെസർ വന്നു, അതിന് ശേഷമുള്ള അക്ഷരം യ. അപ്പൊ കെസറുള്ള അക്ഷരത്തിന് ശേഷം എന്ത് വന്നു? യ കടന്നു വന്നു. അപ്പൊ ഇവിടെ ഫായിനെ 2 ഹറക്കത്ത് നീട്ടണം. ഫീഹി അല്ലദീ ഹും ഫീഹി ഫീഹി. അല്ലാതെ നമ്മൾ 2 ഹറക്കത്തിൽ കൂടുതൽ നീട്ടിയാലോ? ഫീഹി. അത് ശരിയായ ഒരു രൂപമല്ല, അത് തെറ്റായ പാരായണമാണ്. അല്ലദീ ഹും ഫീഹി അവിടെ 2 ഹറക്കത്താണ് നീട്ടേണ്ടത്. അതേപോലെ മുഖ്തലിഫൂൻ അവിടെ ദമ്മുള്ള അക്ഷരം, അവിടെ ഫാ വന്നു, ഫായിന് ദമ്മ വന്നു, ആ ദമ്മുള്ള അക്ഷരത്തിന് ശേഷം വാവു കടന്നു വന്നു. ഇത് സാധാരണ ദീർഘത്തിനുള്ള ഉദാഹരണമാണ്. 4-ാമത്തെ ആയത്തില് കല്ല കല്ല അവിടെ ലാമിന് ഫത്ഹ വന്നു, ആ ഫതഹുള്ള അക്ഷരത്തിന് ശേഷം അലിഫ് ഉണ്ട് അല്ലെ. കല്ല ലാമിനെ നീട്ടാൻ അലിഫ് വന്നു. അപ്പൊ ഇവിടെ 2 ഹറക്കത്ത് നമ്മൾ എന്ത് ചെയ്യണം? നീട്ടി പാരായണം ചെയ്യണം. ഇതാണ് സാധാരണ ദീർഘത്തിനുള്ള ഉദാഹരണം. ഖുർആനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിൽ കൂടുതലും സാധാരണ ദീർഘത്തിനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പൊ സാധാരണ ദീർഘം എന്താണ്? ഫതഹുള്ള അക്ഷരത്തിന് ശേഷം അലിഫും കെസറുള്ള അക്ഷരത്തിന് ശേഷം യാവും ദമ്മുള്ള അക്ഷരത്തിന് ശേഷം വാവും വന്നാൽ എന്ത് ചെയ്യണം? 2 ഹറക്കത്ത് നീട്ടി പാരായണം ചെയ്യുക. ഇനി നമ്മൾ നോക്കേണ്ടത് അസാധാരണ ദീർഘമാണ്. നമ്മൾ സാധാരണ ദീർഘത്തെ പറ്റി പഠിച്ചു. സാധാരണ മദ് അവിടെ 2 ഹറക്കത്താണ് സാധാരണ മദ് നീട്ടേണ്ടത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അസാധാരണ ദീർഘം അഥവാ സാധാരണമല്ലാത്ത അസാധാരണമായ ദീർഘം. അപ്പൊ 2 ഹറക്കത്തിൽ കൂടുതൽ നീട്ടേണ്ടി വരും. കണ്ട, സാധാരണ മദ്ദിന് ശേഷം, മദ് എന്ന് വെച്ചാൽ ദീർഘം, മദ് എന്നുള്ളത് ദീർഘത്തിന് അറബിൽ പറയുന്നതാണ് മദ് എന്ന് പറയുന്നത്, നീട്ടുക. അപ്പോ സാധാരണ മദ്ദിന് ശേഷം ഹംസ വരിക. സാധാരണ മദ്ദിന് ശേഷം അഥവാ മദ് എന്ന് വെച്ചാൽ ദീർഘത്തിന് ശേഷം, സാധാരണ ദീർഘത്തിന് ശേഷം അടുത്ത അക്ഷരം എന്ത് വരണം? ഹംസ വരിക. അങ്ങനെ വരികയാണെങ്കിൽ, സാധാരണ ദീർഘത്തിന് ശേഷം ഹംസ വരികയാണെങ്കിൽ അവിടെ നമ്മൾ 4-5 ഹറക്കത്ത് എന്ത് ചെയ്യണം? നീട്ടി പാരായണം ചെയ്യണം. 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത്. അപ്പൊ നമ്മള് സാധാരണ ദീർഘത്തിൽ എത്ര ഹറക്കത്താണ് നീട്ടേണ്ടത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സാധാരണ ദീർഘത്തിൽ, സാധാരണ മദ്ദിൽ എത്ര ഹറക്കത്താണ് നീട്ടേണ്ടത്? 2 ഹറക്കത്താണ്. 2 ഹറക്കത്ത്. എന്നാൽ അസാധാരണ ദീർഘത്തിൽ വരുമ്പോഴോ അത് 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നമ്മൾ നീട്ടണം. അതിനുള്ള ഉദാഹരണമാണ് അത്. അസാധാരണ ദീർഘം വരിക എങ്ങനെയാണ്? സാധാരണ മദ്ദിന് ശേഷം ഹംസ എന്ത് ചെയ്യണം? വരണം. സാധാരണ മദ്ദിന് ശേഷം അടുത്ത അക്ഷരം എന്ത് വരണം? ഹംസ കടന്നു വരണം. ഇവിടെ നമുക്ക് ഉദാഹരണം നോക്കിയാല് സൂറത്തുൽ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, സൂറത്തുൽ ഫത്ഹ് എന്ന് പറയും. ഇവിടെ ഇദാ ജാഅ, അവിടെ ജാഅ എന്ന വാക്ക് നമ്മൾ നോക്കുക. ജാഅ എന്ന വാക്ക് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. അവിടെ ജീമിന് എന്ത് വന്നു? ഫത്ഹ വന്നു. അതിനുശേഷം ആ ജീമിനെ നീട്ടാൻ എന്ത് വന്നു? ഒരു സാധാരണ
മദ്ദ് വന്നു. നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഫതഹുള്ള അക്ഷരത്തിന് നീട്ടാൻ എന്ത് വേണം? ഒരു അലിഫ് വരണം അല്ലെ? ഫതഹുള്ള അക്ഷരത്തെ നീട്ടാൻ അലിഫ് വരണം. ഇവിടെ എന്ത് വന്നു? ഫതഹുള്ള അക്ഷരത്തിന് ശേഷം അലിഫ് വന്നു. അതുകൊണ്ട് അവിടെ സാധാരണ മദ്ദാണ്. ഇനി ഇതെങ്ങനെയാണ് അസാധാരണ മദ്ദാകുന്നത്? ആ സാധാരണ മദ്ദിന് ശേഷം എന്തു വന്നു? ഒരു ഹംസ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ? ജ എന്ന വാക്കിൽ എന്ന വാക്ക് എടുത്തു നോക്കിയാല് എന്തു കാണാം? ആ ആ സാധാരണ ദീർഘത്തിന് ശേഷം എന്തു വന്നു? ഹംസ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അല്ലെ? സാധാരണ മദ്ദിന് ശേഷം അവിടെ അലിഫാണ് സാധാരണ മദ്ദായി വന്നത്. അതിനുശേഷം എന്ത് വന്നു? ഹംസ വന്നു. അപ്പൊ ഇവിടെ 4 ഹറക്കത്ത് അല്ലെങ്കിൽ 5 ഹറക്കത്ത്. അപ്പൊ 4 ഹറക്കത്ത് 4 വിരലുകൾ മടക്കുന്ന ആ ഒരു ദൈർഘ്യം. 5 ഹറക്കത്ത് എന്ന് പറഞ്ഞാല് 5 വിരലുകൾ മടക്കുന്നതിന്റെ ആ ഒരു ദൈർഘ്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പാരായണം ചെയ്യുമ്പോൾ എന്താണ് നീട്ടേണ്ടത്. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് ഓതി നോക്കാം. إذا جاء إذا جاء نصر الله والفتح. അവിടെ ജാ എന്ന വാക്ക് നമ്മൾ നോക്കണം. അവിടെ ജാ 2 ഹറക്കത്തിൽ കൂടുതൽ, അഥവാ 4 അല്ലെങ്കിൽ 5. 4 നീട്ടാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 5 ഹറക്കത്ത് വരെ നീട്ടാം. إذا جاء إذا جاء نصر الله والفتح. ഒരാള് ഓതുമോ? ഇബ്രാഹിം ഒക്കെ ഒന്ന് ഓതുമോ ആ ഒരു ആയത്ത്? إذا جاء. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. അവിടെ അപ്പോ ജീമിന് അവിടെ എന്ത് ചെയ്യണം? അവിടെ ജാ എന്ന വാക്കില് അസാധാരണമായ മദ്ദു വന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ആ മദ്ദിനെ 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നീട്ടി പാരായണം ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയിപ്പോ ഒരു ഉദാഹരണം മാത്രമേ ഈ ഒരു ടെക്സ്റ്റിലുള്ളൂ. നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തു നബയിലോട്ട് തന്നെ എന്ത് ചെയ്യാം? നമുക്ക് പോവാം ഇൻഷാ അല്ലാഹ്. സൂറത്തു നബയില് ഇവിടെ യെല്ലോ കളറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ നോക്കിയാൽ നമുക്ക് അസാധാരണ മദ്ദിനുള്ള എക്സാമ്പിൾസുകൾ നമുക്ക് കാണാൻ സാധിക്കും. കേൾക്കുന്നില്ല? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പോ ഒന്നാമത്തെ ആയത്ത് നമുക്ക് നോക്കിയാല് യതസാഅലൂൻ എന്ന വാക്ക് നമ്മൾ നോക്കുക. യതസാഅലൂൻ. ആ യതസാഅലൂനില് യെല്ലോ കളറിൽ നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സീനിന് എന്ത് വന്നു? സാധാരണ മദ്ദ് വന്നു അല്ലെ? സീനിന് ഫത്ഹ വന്നു. ആ ഫതഹിന് ശേഷം എന്ത് വന്നു? അവിടെ അലിഫ് വന്നു. അപ്പോ ഫതഹുള്ള അക്ഷരത്തിന് ശേഷം അലിഫ് വന്നാല് ആ ഫതഹുള്ള അക്ഷരത്തെ നീട്ടണം അല്ലെ? അത് സാധാരണ മദ്ദാണ്, സാധാരണ ദൈർഘ്യം. ഇവിടെ എന്തു വരുന്നു? അസാധാരണ ദൈർഘ്യമായി മാറുന്നത് എങ്ങനെയാണ്? ആ സാധാരണ മദ്ദിന് ശേഷം എന്തു വന്നു? ഒരു ഹംസ അവിടെ കടന്നു വന്നു. നമുക്ക് കാണാൻ സാധിക്കും അവിടെ സീനിന് ശേഷം സാധാരണ മദ്ദായ അലിഫ് വന്നു. ആ അലിഫിന് ശേഷം എന്തു വന്നു? ഹംസ വന്നു. അപ്പോ അവിടെ അസാധാരണ മദ്ദായി. അപ്പോ നമ്മൾ അവിടെ 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നീട്ടി പാരായണം ചെയ്യണം. അമ്മ യതസാഅലൂൻ അല്ലെ? 5 അല്ലെങ്കിൽ 4 ഹറക്കത്ത് നമുക്ക് നീട്ടാം. ഒന്ന് ഓതി നോക്കാം. അമ്മ യതസാഅലൂൻ. 14-ാമത്തെ ആയത്ത് നമ്മൾ നോക്കിയാല് വഅൻസൽന മിനൽ മുഅ്സിറാത്തി മാഅൻ അല്ലെ? അവിടെ മാഅൻ എന്ന വാക്ക് നമ്മൾ നോക്കുക. മാഅൻ എന്ന വാക്കില് മീമിന് ഫത്ഹ വന്നു. ആ ഫത്ഹിന് ശേഷം ഒരു അലിഫ് വന്നു. സാധാരണ ദൈർഘ്യമായ അല്ലെങ്കിൽ സാധാരണ മദ്ദു വന്നു. ഈ സാധാരണ മദ്ദിന് ശേഷം എന്തു വന്നു? ഹംസ അവിടെ കടന്നു വന്നു. അപ്പൊ ഇവിടെ അസാധാരണ മദ്ദിന്റെ ഉദാഹരണമല്ല, അസാധാരണ മദ്ദാണ്. ഇവിടെ 2 ഹറക്കത്ത് നീട്ടാൻ നമുക്ക് പറ്റൂല. 2-ൽ കൂടുതൽ അഥവാ 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ദൈർഘ്യം ചെയ്യണം അല്ലെങ്കിൽ നീട്ടി പാരായണം ചെയ്യണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
وأنزلنا من المعصرات ماء لا ماء അവിടെ രണ്ട് ഹറക്കത്തിൽ കൂടുതലാണ് നീട്ടുക. രണ്ട് ഹറക്കത്ത് നീട്ടിയാൽ അവിടെ എന്താണ് സാധാരണ മദ്ദാവും. എന്നാൽ ഇവിടെ രണ്ട് ഹറക്കത്ത് നീട്ടാൻ പറ്റൂല, അതിൽ കൂടുതൽ വേണം. അഥവാ 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നീട്ടി പാരായണം ചെയ്യണം. وأنزلنا من المعصرات ماء ثجاجا. സയ്യിദു ഓതിയ ആയത്ത് وأنزلنا. أعوذ بالله من الشيطان الرجيم. وأنزلنا من المعصرات ماء ثجاجا. മാഷാ അല്ലാഹ്. അവിടെ മാഅൻ എന്ന ഭാഗത്ത് എന്താണ്? ഇവിടെ അസാധാരണ മദ്ദാണ്. ഇവിടെ 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നീട്ടി പാരായണം ചെയ്യണം. ഇനി 19ാമത്തെ ആയത്ത് നമ്മൾ നോക്കിയാൽ وفتحت السماء فكانت أبوابا. അവിടെ അസ്സമാഉ എന്ന വാക്കാണ്. അസ്സമാഉ യെല്ലോ കളറിൽ നമുക്ക് കാണാൻ പറ്റും മാർക്ക് ചെയ്തത്. അസ്സമാഉ എന്ന വാക്കിൽ അവിടെ മീമിന് ഫത്ഹ വന്നു. ആ ഫതഹുള്ള അക്ഷരത്തെ നീട്ടാൻ എന്ത് വന്നു? ഒരു അലിഫ് വന്നു അല്ലെ, സാധാരണ മദ്ദു വന്നു. ഈ സാധാരണ മദ്ദിന് ശേഷം എന്തു വരണം? ഹംസ വന്നാൽ എന്ത് ചെയ്യണം? അവിടെ 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നീട്ടണം. അപ്പോ ഇവിടെ അസാധാരണ മദ്ദാണ്, 5 അല്ലെങ്കിൽ 4 ഹറക്കത്ത്. അപ്പോ ഒരാള് ഇൻഷാ അല്ലാഹ് ഓതിയാണ്. ആരാണ്? ഫൈസൽക്ക ഇൻഷാ അല്ലാഹ് ആ ഒരു ആയത്ത് ഓതിയ. വഫുതിഹത്തിസ് സമാഉ. ഹലോ അല്ലെങ്കിൽ വേറെ ആരെയും ഓതിയാലും മതി. وفتحت السماء فكانت أبوابا. അവിടെ وفتحت السماء وفتحت സമാഉന്റെ ഹംസക്ക് അതും കൂടി فكانت أبوابا. മാഷാ അല്ലാഹ് ബറകല്ലാഹു ഫീക്. ഇനി 23ാമത്തെ ആയത്ത് നമ്മൾ നോക്കിയാൽ അവിടെയും എന്തുണ്ട്? അസാധാരണമായ മദ്. ലാബിസീന ഫീഹാ അഹ്ഖാബ. അവിടെ ഫീഹാ അഹ്ഖാബ അല്ലെ, ഫീഹയില ഹായിന് ഫത്ഹ വന്നു. ആ ഫത്ഹിന് ശേഷം എന്ത് വന്നു? ഒരു സാധാരണ മദ്ദു വന്നു. ആ ഒരു അലിഫ് വന്നു അല്ലെ. ഫത്ഹിനുള്ള അക്ഷരത്തിന് ശേഷം അലിഫ് വന്നാൽ ഫത്ഹിനെ നീട്ടണം, ഫത്ഹുള്ള അക്ഷരത്തെ നീട്ടണം. അവിടെ സാധാരണ മദ്ദാണ് വന്നത്. ആ സാധാരണ മദ്ദിന് ശേഷം അടുത്ത അക്ഷരം എന്താണ്? ഹംസ വന്നു. അപ്പോ അവിടെ ഫീഹയില ഹായിനെ എത്ര ഹറക്കത്ത് നീട്ടണം? എത്ര ഹറക്കത്താ നീട്ടേണ്ടത്? 4 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത്. ലാബിസീന ഫീഹാ അഹ്ഖാബ. അതേപോലെയാണ് 26ാമത്തെ ആയത്തിൽ എന്തുണ്ട്? ജസാഅൻ വിഫാഖ. ഇതിൽ ജസാഅൻ എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ എന്തുണ്ട്? സായിനെ നീട്ടാന് ഒരു അലിഫ് വന്നു അല്ലെ, സാ ഫത്ഹുണ്ട്. ആ ഫതഹുള്ള അക്ഷരത്തെ നീട്ടാൻ സാധാരണ മദ്ദായ അലിഫ് വന്നു. സാധാരണ മദ്ദിന് ശേഷം ഹംസ വന്നു. അപ്പൊ അവിടെ സാധാരണ മദ് എന്താവും? അസാധാരണ മദ്ദായി മാറും. അവിടെ 2 ഹറക്കത്ത് നീട്ടിയതിന് പകരം എന്ത് ചെയ്യണം? 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നീട്ടണം. ഇത്രയും ഉദാഹരണം പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോ നമുക്ക് ടെക്സ്റ്റിലോട്ട് പോവാം. അപ്പൊ സാധാരണ മദ്ദിന് ശേഷം ഹംസ വരിക. അങ്ങനെ ഹംസ വരികയാണെങ്കിൽ 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് എന്ത് ചെയ്യണം? നമ്മൾ നീട്ടി ഉച്ചരിക്കണം. ഓക്കെ, ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഈ ഇപ്പൊ പറഞ്ഞ കാര്യം, ഈ ഒരു മദ്ദിനെ പറ്റി, സാധാരണ മദ് അസാധാരണ മദ്ദിനെ പറ്റി
ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല ഇല്ല. ഇല്ല. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ ഇല്ല. ഓക്കെ. നേരത്തെ ഓതാൻ അടുത്ത പറഞ്ഞപ്പോ മ്യൂട്ട് മാറ്റാൻ പറ്റിയില്ല പെട്ടെന്ന്. അത് നേരം കൊണ്ടാണ് ഓതാൻ പറ്റാതെ. കുഴപ്പമില്ല. ഓക്കെ. നമുക്ക് എന്നാല് അടുത്ത ഒരു സാധാരണ മദ് അതിലോട്ട് പോവാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് സാധാരണ മദ്ദിന് ശേഷം ഹംസ വന്നാൽ അല്ലെ, ഹംസ വരിക, അങ്ങനെയാണെങ്കിൽ 4 5 ഹറക്ക് നീട്ടണം. ഇനിയുള്ളതെന്ന് വെച്ചാല് സാധാരണ മദ്ദിന് ശേഷം ഷദ്ദ് വരിക. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്? സാധാരണ മദ്ദിന് ശേഷം ഹംസ വരിക എന്നാണ് അല്ലെ. അങ്ങനെ സാധാരണ മദ്ദിന് ശേഷം ഹംസ വരികയാണെങ്കിൽ 4 5 ഹറക്കത്ത് നീട്ടി പാരായണം ചെയ്യണം. അത് നമ്മൾ ഉദാഹരണം പഠിച്ചു. ഇദ ജാ എന്ന വാക്ക് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ സൂറത്തു നബയില് ഒരുപാട് എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു, അത് വർക്കൗട്ട് ചെയ്തു. ഇനി മൂന്നാമത്തെ ഒരു മദ്ദാണ്, അതും അസാധാരണ മദ്ദാണ്, അതും 2 ഹറക്കത്തിൽ കൂടുതൽ നീട്ടേണ്ട മദ്ദാണ്. എന്താണ്? സാധാരണ മദ്ദിന് ശേഷം ഷദ്ദ് വരിക. അപ്പോ സാധാരണ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഒരു ഷദ്ദുള്ള അക്ഷരം വന്നാൽ എന്ത് ചെയ്യണം? അവിടെ നിർബന്ധമായും 6 ഹറക്കത്ത് എന്ത് ചെയ്യണം? നീട്ടി ഉച്ചരിക്കണം. അപ്പൊ സാധാരണ മദ്ദിന് ശേഷം ഷദ്ദ വരിക. അതിനുള്ള ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും താഴെ. സൂറത്തുൽ ഫാത്തിഹയിലെ അവസാന ആയത്താണ് എന്ത്? ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ അല്ലേ? അവിടെ വലദ്ദാല്ലീൻ, അദ്ദാല്ലീൻ എന്ന വാക്കില് നമ്മൾ നോക്കിയാല് അവിടെ ളാദിന് മദ്ദ് വന്നില്ല. ളാദ് എന്ന അക്ഷരത്തെ നീട്ടാൻ ളാദിന് ഫത്ഹുണ്ട്. ആ ഫതഹുള്ള ളാദിനെ നീട്ടാൻ ഒരു സാധാരണ മദ്ദു വന്നു, അലിഫ് വന്നു. ആ മദ്ദിന് ശേഷം ഷദ്ദ കടന്നു വന്നില്ലേ? ആ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ലാമിന് എന്തുണ്ട്? ഷദ്ദയുണ്ട്. അപ്പൊ അവിടെ ളാദിനെ 6 ഹറക്കത്ത് നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായും നീട്ടി പാരായണം ചെയ്യും. അപ്പൊ 6 ഹറക്കത്താണ്. 5 ഹറക്കത്ത് പറ്റൂല, 4 ഹറക്കത്ത് പറ്റൂല. 6 ഹറക്കത്ത് എന്ത് ചെയ്യണം? നമ്മൾ നിർബന്ധമായും നീട്ടി പാരായണം ചെയ്യണം. അപ്പൊ ഇത് ഇൻഷാ അല്ലാഹ് ഒന്ന് ഒരാള് ഈ ഒരു ആയത്ത് ഓതിനോ? ഗൈരിൽ മഗ്ദൂബി അലൈഹിം ഒന്ന് ഓതോ ആരെങ്കിലും? غير المغضوب عليهم ولا الضالين. അവിടെ ളാല്ലീൻ, അവിടെ ളാദിനെ നീട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശേഷമുള്ള ഷദ്ദുള്ള അക്ഷരമായ ലാമിനെ എന്ത് ചെയ്യണം? ഷദ്ദ് ചെയ്ത് വായിക്കണം. വലദ്ദാല്ലീൻ ആണ്. അവിടെ ലാമിനെ എന്ത് ചെയ്യണം? നമ്മൾ കടിപ്പിക്കണം. അത് ശ്രദ്ധിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. അതേപോലെ അബ്ദുറഹീം ഇക്കാൻ കൂടി ഒന്ന് ഇൻഷാ അല്ലാഹ് ഓതുവോ? ഗൈരിൽ മഗ്ദൂബി അലൈഹിം. ഇല്ല. ഓക്കെ. ذلك بأنهم ഗൈരിൽ മഗ്ദൂബി شاقوا الله ورسوله. മുകളിലത്തെ ആയത്ത് ഗൈറുൽ മഗ്ദൂബി. ഗൈരിൽ മഗ്ദൂബിയാണ് റഹീം ഓതേണ്ടത്. غير المغضوب عليهم ولا الضالين. മാഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ നമുക്ക് എളുപ്പമാണ് മനസ്സിലാക്കാൻ, എളുപ്പമാണ്. എന്ത്? സാധാരണ മദ്ദിന് ശേഷം എന്ത് വരണം? അവിടെ ഷദ്ദ് വരണം. മദ്ദിന് ശേഷം തൊട്ടടുത്ത അക്ഷരം എന്തായിരിക്കണം? ഷദ്ദുള്ള അക്ഷരം വരികയാണെങ്കിൽ നിർബന്ധമായും 6 ഹറക്കത്ത് നമ്മൾ നീട്ടി ഉച്ചരിക്കണം. രണ്ടാമത്തെ ഉദാഹരണം സൂറത്തുൽ ഹശ്റിലെ ഒരു ആയത്താണ് ഇത് രണ്ടാമതായി കൊടുത്തിരിക്കുന്നത്. ذَلِكَ بِأَنَّهُمْ شَاقُّوا اللَّهَ وَرَسُولَهُ. ഇവിടെ ഷാഖുള്ള അല്ലെ, ഷാഖ് എന്ന വാക്ക് നോക്കിയാല് അവിടെ ഷീനിനെ നീട്ടാൻ, ഷീനിന് ഫത്ഹുണ്ട്. ആ ഫതഹുള്ള ഷീനിനെ നീട്ടാൻ എന്ത് വന്നു? സാധാരണ മദ്ദായ അലിഫ് വന്നു. ആ അലിഫിന് ശേഷം അല്ലെങ്കിൽ ആ മദ്ദിന് ശേഷം, സാധാരണ മദ്ദിന് ശേഷം ഷദ്ദുള്ള അക്ഷരം വന്നു.
അല്ലെ, ഖാഫിന് ഷദ്ദ് വന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യണം നമ്മള്? ആ ഷീനിന് വന്ന മദ് 6 ഹറക്കത്തായി നമ്മൾ നീട്ടി പാരായണം ചെയ്യണം. ഷാഖുല്ലാഹ്. الله അപ്പൊ 6 വിരല് നമ്മൾ എന്ത് ചെയ്യണം? മടക്കുന്ന ആ ഒരു ദൈർഘ്യമാണ് 6. നമ്മളെ വിരല് നോക്കി الله മടക്കി ഓതി നോക്കുക. ഷാഖുല്ലാഹ. الله ഇസ്മായിൽ 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 Yes. ഒന്ന് ഓതുവോ ആയത്ത്? ذلك بأنهم بسم الله الرحمن الرحيم. ذلك بأن ربهم صاق الله ورسوله. മാഷാ അല്ലാഹ്. ഈ ഒരു റബ്ബഹു ഇല്ല അവിടെ. ഇല്ല. ഹലോ, അല്ല, റബ്ബഹു എന്ന വാക്കില്ല എന്ന് പറയാം. എന്നതും കഴിഞ്ഞു. ذلك بأنهم شاقوا الله ورسوله. ذلك بأنهم شاقوا الله ورسوله. മാഷാ അല്ലാഹ്. അതേ രൂപത്തിലാണ് ഇതിന്റെ ഉദാഹരണം ഖുർആനിൽ നമ്മൾ നോക്കിയാല് സൂറത്തു അബസ, ഈ സൂറത്തു നാസിആത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും. വെയിറ്റ്, ഞാൻ ഷെയർ ചെയ്യാം. സൂറത്തു നാസിആത്ത് കാണാം. ഇത് ഫസ്റ്റ് പേജ് ഉള്ളൂ അല്ലേ? ഒന്ന് വെയിറ്റ്. കാണുന്നുണ്ടോ ഷെയർ ആക്കിയത്? കാണുന്നുണ്ട്. ഓക്കെ, ഇത് സൂറത്തു നാസിആത്തിലെ ഒരു രണ്ടാമത്തെ പേജ്, സെക്കൻഡ് പേജ് ആണ്. അതിൽ 34-ാമത്തെ ആയത്ത് നമ്മൾ നോക്കിയാൽ അവിടെ 4 അല്ലെങ്കിൽ 5 ഹറക്കത്താണ് നീട്ടേണ്ടത് അല്ലെ? ജീമിനോട് ഫത്ഹ വന്നു, അതിനുശേഷം സാധാരണ മദ് വന്നു അല്ലേ? ആ സാധാരണ മദ്ദിന് ശേഷം ഹംസ. നേരത്തെ നമ്മൾ പഠിച്ച അതേ സെയിം റൂളാണ് ഇവിടെയും വന്നത്. 4 അല്ലെങ്കിൽ 5 ഹർഫ്, നമ്മൾ അതല്ല നോക്കേണ്ടത്. അതിന് ശേഷമുള്ള രണ്ടാമത്തെ വാക്കുണ്ട് അല്ലേ? ഈ അത്താമത്തു എന്ന വാക്ക് നോക്കിയാൽ അവിടെ തോയിന് ഫതഹാണ്. ആ ഫതഹുള്ള തോയ നീട്ടാൻ എന്ത് വന്നു? മദ് വന്നു, സാധാരണ മദ് വന്നു അല്ലെ? അലിഫ്, സാധാരണ മദ്ദായ അലിഫ് വന്നു. അതിനുശേഷം എന്ത് വന്നു? സാധാരണ മദ്ദായ അലിഫിന് ശേഷം ഷദ്ദുള്ള ഒരു അക്ഷരം വന്നു. അപ്പൊ സാധാരണ മദ്ദിന് ശേഷം ഷദ്ദ വന്നാൽ 6 ഹറക്കത്ത് എന്ത് ചെയ്യണം? നീട്ടണം. അപ്പൊ തോയിന് എന്ത് ചെയ്യണം? അവിടെ 6 ഹറക്കത്ത് നീട്ടണം. فإذا جاءت الطامة الكبرى അല്ലെ? അവിടെ മീമിന് ഷദ്ദ് വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മണിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? എന്ത് ചെയ്യണം? 6 ഹറക്കത്ത് നമ്മൾ നീട്ടണം. അവിടെ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 6 ഹറക്കത്ത് നീട്ടണം ഇൻഷാ അല്ലാഹ്. അപ്പൊ വേറൊരു എക്സാമ്പിൾ കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. സൂറത്തു അബസ,
സൂറത്തു അബസയില് 33-ാമത്തെ ആയത്ത് മതാഅൻ ലക്കും വലിഅൻആമിക്കും 32. അതിന് ശേഷമുള്ള ആയത്ത് എന്താണ്? فإذا جاءت الصاخة അല്ലെ? 33-ാമത്തെ കാണുന്നുണ്ട് ആയത്ത്? 33-ാമത്തെ ആയത്ത് കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഓക്കെ. ആ 33-ാമത്തെ ആയത്തിൽ അസ്സാഖ എന്ന ആ ഒരു വാക്ക് നമ്മൾ നോക്കിയാല് അവിടെ സ്വാദിന് എന്ത് വന്നു? ഫത്ഹ വന്നു. ഫത്ഹുള്ള സ്വാദിനെ നീട്ടാൻ സാധാരണ മദ്ദായ അലിഫ് വന്നു. സാധാരണ മദ്ദിന് ശേഷം എന്ത് വന്നു? ഷദ്ദിന്റെ അക്ഷരം വന്നു. സാധാരണ മദ്ദിന് ശേഷം ഷദ്ദിന്റെ അക്ഷരം വന്നു. ഖായിന് ഷദ്ദ വന്നു. അവിടെ സ്വാദിന് അപ്പൊ എന്ത് ചെയ്യണം? 6 ഹറക്കത്ത് നിർബന്ധമായി നമ്മൾ നീട്ടി പാരായണം ചെയ്യണം. അപ്പൊ പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇബ്രാഹിംക്കൊന്ന് പാരായണം ചെയ്യോ? ഇബ്രാഹിംക فإذا جاءت الصاخة പാരായണം ചെയ്യോ? أعوذ بالله من الشيطان الرجيم فإذا جاءت الصاخة فإذا جاءت الصاخة അല്ലേ? അവിടെ ഖായിന് ശബ്ദം നമ്മൾ കടുപ്പിക്കണം. സ്വാദിന് നമ്മളവിടെ 6 ഹറക്കത്ത് നീട്ടുമ്പോ അതിന് ശേഷം വന്ന ആ സാധാരണ മദ്ദിന് ശേഷം വന്ന ഷദ്ദിന്റെ അക്ഷരമായ ഖായ് എന്ത് ചെയ്യണം? നമ്മുടെ കടുപ്പിച്ച് ഉച്ചരിക്കണം. വേറെ ഒരാൾ കൂടി ആയത്ത് പാരായണം ചെയ്യോ? فإذا جاءت الصاخة فإذا جاءت الصاخة അവിടെ 6 ഹറക്കത്ത് വരണം. നമുക്ക് അസ്സാഖ ഒന്നുകൂടി പാരായണം ചെയ്യും. فإذا جاءت فإذا جاءت الصاخة അവിടെ ജാഅത്തി നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച റൂളാണ്. അവിടെ തജ്വീദ് നിയമമാണിത്. 4 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നീട്ടണം അല്ലേ? ഇതിന് ശേഷം ഹംസ വന്നില്ല അവിടെ ജാ. അപ്പൊ അവിടെ 5 അല്ലെങ്കിൽ 4 ഹറക്കത്ത് നീട്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യണം? 6 ഹറക്കത്ത് നീട്ടണം. അങ്ങനെ ഒന്ന് ഓതുവോ ഇൻഷാ അല്ലാഹ്? فإذا جاءت الصاخة ഓക്കെ, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്. അപ്പൊ ഈ ഒരു മദ്ദിന്റെ നിയമം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എല്ലാവർക്കും? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുണ്ടാവോ? എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തന്നെ ക്ലിയർ ആകണം. അല്ല, ഈ ഇത് റൂള് വരുന്നത് മനസ്സിലായിട്ടില്ലേ? അതായി അല്ലേ? ആയി. ഇപ്പോ ഇതിനിപ്പോ നമ്മൾ ക്ലിയർ ആവണമെങ്കിൽ ഇൻഷാല്ലാഹ് നമുക്ക് ഒരു നോട്ട്ബുക്ക് ഉണ്ടാവണം. നോട്ട്ബുക്ക് വേണം. ഒരു ഖുർആൻ സ്വന്തമായിട്ട് ഒരു ഖുർആനും വേണം, നോട്ട്ബുക്കും വേണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പൊ 3 റൂൾ ഇന്ന് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 റൂൾസ് പഠിച്ചു. ഒന്നാമത്തെ എന്താണ്? സാധാരണ മദ്ദം പഠിച്ചു അല്ലേ? അഥവാ ഫതഹുള്ള അക്ഷരത്തിന് ശേഷം അലിഫും, കെസറുള്ള അക്ഷരത്തിന് ശേഷം യാവും, ദമ്മുള്ള അക്ഷരത്തിന് ശേഷം വാവും വന്നാൽ എന്ത് ചെയ്യണം? 2 ഹറക്കത്ത് നീട്ടണം. ഖുർആനിൽ ഒരുപാട് ഉദാഹരണങ്ങൾ എന്തുണ്ട്? ഈ സാധാരണ ദൈർഘ്യത്തിന്, സാധാരണ മദ്ദിന് ഒരുപാട് ഉദാഹരണമുണ്ട്. അപ്പൊ നമ്മൾ ഒരു 10 ഉദാഹരണം എന്ത് ചെയ്യണം? സാധാരണ മദ്ദിന് ഒരു 10 ഉദാഹരണം നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. നമുക്ക് മനസ്സിലാവും. ഖുർആൻ ഓതുമ്പോ കണ്ടു നമുക്ക് ഇവിടെ തജ്വീദ് നിയമക്ക് മനസ്സിലാവണം. ഇവിടെ 5 ഹറക്കത്ത് നീട്ടണം, അല്ലെങ്കിൽ ഇവിടെ 2 ഹറക്കത്തെ നീട്ടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ 6 ഹറക്കത്ത് നിർബന്ധമായിട്ട് നമ്മൾ ഇവിടെ നീട്ടണം. നമുക്ക് അങ്ങനെ മനസ്സിലാവണേ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആനിലും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. ഖുർആനിലെ ഉദാഹരണം നോക്കി അത് എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ. ഇപ്പൊ നോട്ട്ബുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റലായിട്ട് ചെയ്യാം. ടാബോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. നിങ്ങളെ ഒരു എളുപ്പം പോലെ ഇൻഷാ അല്ലാഹ് വർക്ക് ചെയ്യുക. അതേപോലെയാണ് ഇപ്പൊ സാധാരണ മദ്ദിന് ഒരു 10 എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. രണ്ടാമത്തെ വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? അസാധാരണ മദ്, അഥവാ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ വരിക. നമ്മൾ പഠിച്ച അല്ലെ? അതേപോലുള്ള ഇതല്ലാത്ത വേറെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ ഞാന് സൂറത്തു നബയിൽ തന്നെ ഒരു 4-5ഓളം എക്സാമ്പിൾസ് എന്ത് ചെയ്തു കാണിച്ചു തന്നില്ലേ? അസാധാരണ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ വരുന്ന ഉദാഹരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതല്ലാത്ത
ഖുർആനിന് മറ്റു ഭാഗങ്ങളിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഒരു 10 എക്സാമ്പിൾസ്. എളുപ്പമാണ്, ഏറ്റവും എളുപ്പമാണ് 10 എക്സാമ്പിൾ. അഥവാ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ വരുന്ന എന്താണ് ഓക്കെ. അപ്പൊ നമ്മള് അതിന്റെ 10 ഉദാഹരണം കൂടി ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യണം, എഴുതണം. അസാധാരണ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ വരുന്ന, അത് രണ്ടാമത്തെ വർക്ക്. മൂന്നാമത്തെ വർക്ക് എന്നുള്ളത് എന്താണ്, മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ശബ്ദ വരുന്ന വാക്കുകൾ കണ്ടെത്തുക. ഇപ്പൊ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ അല്ലെ, ദ്ദാലിൻ എന്നുള്ളത് അവിടെ അസാധാരണ മദ്ദിന്റെ ഉദാഹരണമാണല്ലേ, മദ്ദിന്റെ അക്ഷരത്തിന് അതാണ്. രണ്ടാമത്തെ എന്താണ് കാണിക്കുന്നത്, സൂറത്തു നാസിആത്തിൽ അല്ലെ, ഫഇദാ ജാഅതി അത്താമ്മ. അവിടെ അത്താമ്മ എന്തിന്റെ ഉദാഹരണം, അസാധാരണ മദ്, 6 ഹറക്കത്ത് നീട്ടേണ്ട മദ്ദിനുള്ള ഉദാഹരണം അല്ലെ, മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ശബ്ദ വന്നു. അതേപോലെ സൂറത്തു അബസിൽ നമ്മൾ നോക്കിയത് ഫഇദാ ജാഅതി അസ്സാഖ അല്ലെ, അസ്സാഖ. അവിടെ എന്തുണ്ട്, മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം അല്ലെങ്കിൽ സാധാരണ മദ്ദിന് ശേഷം എന്ത് വന്നു, ശബ്ദ കടന്നു വന്നു. ഇതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10 കഴിഞ്ഞില്ലെങ്കിൽ ഒരു 5 എണ്ണമെങ്കിലും എന്ത് ചെയ്യാം, നമ്മള് കണ്ടെത്തുക ഇൻഷാ അല്ലാഹ്. ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തു വരണം ഇൻഷാ അല്ലാഹ്. നമ്മൾ എന്നിട്ട് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോരുത്തർ എഴുതി എന്ത് ചെയ്യും, നമ്മള് വായിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ ക്ലാസ് വാട്സപ്പ് എന്താ, ഈ ക്ലാസ് വാട്സപ്പിൽ ഇടാൻ പറ്റുമോ, റെക്കോർഡ് ചെയ്ത്? റെക്കോർഡ് ഉണ്ട്, ലിങ്ക് തരും. സാറ് ഇൻഷാ അല്ലാഹ് ചെയ്യും. ഓക്കെ. അപ്പോ ടൈം ആയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് കിട്ടാൻ വേണ്ടി ഓക്കെ, റഹ്മത്ത് കൺക്ലൂഡ് ചെയ്യേ, ബാക്കി ഞാൻ പറയാം. ഓക്കെ ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു റഹ്മത്ത് ഉസ്താദിന്റെ ക്ലാസ്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം വളരെ മനോഹരമായിരുന്നു, വളരെ നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് പഠിപ്പിക്കുന്ന രീതി. എനിക്ക് ഇതേപോലെ പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പഠിപ്പിക്കുമ്പോൾ കുറച്ച് സ്പീഡായി പോകും. സാവധാനം പഠിപ്പിക്കേണ്ട രീതിയിൽ കൃത്യമായ സമയമെടുത്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. പിന്നെ വർക്ക് കൊടുത്തത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, വർക്ക് ചെയ്തേ പറ്റും. അപ്പോ അദ്ദേഹത്തിന്റെ ഇൽമ് ഇനിയും അള്ളാഹ് വർദ്ധിപ്പിച്ചെടുക്കട്ടെ. റഹ്മത്ത് ഉസ്താദിന്റെ ഇൽമ വർദ്ധിപ്പിച്ചെടുക്കട്ടെ. കൂടുതൽ ഇതിനു വേണ്ടി, ഖുർആന് വേണ്ടി കൂടുതൽ വർക്ക് ചെയ്യാനും പ്രയത്നിക്കാനും അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത്, അദ്ദേഹം വേറെ ഭൗതികമായ ജോലിയൊന്നും അന്വേഷിച്ച് പോകുന്നില്ലെന്നാണ് ഞാൻ കേട്ടത്. അപ്പോ ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ, ഖുർആന് വേണ്ടി സേവനം ചെയ്യാൻ അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നമ്മളെ റെക്കോർഡ്, മിക്കവാറും ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസ് എന്തായാലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് അയച്ചു തരും. പിന്നെ ഇതനുസരിച്ച് എന്ത് ചെയ്യണം, അതേപോലെ നമ്മൾ ഒരു പാരായണം, ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പാരായണം മാത്രം ഫോളോ ചെയ്യണം. കിട്ടുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കേട്ട് പഠിക്കാതെ, മറിച്ച് എന്താണ് ഒരു കാര്യം. അപ്പൊ ഞാൻ നോക്കിയിടത്തോളം എനിക്ക് പല പണ്ഡിതന്മാരും ഉണ്ട്, പക്ഷെ ഒരാളെ എനിക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി. സിദൈസ് അല്ല, കാരണം സിദൈസിന്റെ പാരായണം നമസ്കാരത്തിൽ റെക്കോർഡ് ചെയ്താണ് ഉള്ളത്. നമസ്കാരത്തിൽ പാരായണം ചെയ്തതാണ് റെക്കോർഡായിട്ട് ഉള്ളത്. അപ്പോ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്നതിൽ നമുക്കറിയാം അത് ഭയഭക്തിക്കാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തജ്വീദ് പൂർണ്ണമായും കിട്ടിക്കൊള്ളണമെന്നില്ല. മാത്രമല്ല അതിന്റെ ഒഴുക്കിൽ എങ്ങനെ പോവുകയാണ്, അത് ഒഴുക്ക് അത്രയും ആ രീതിയിലുള്ളത് കൊണ്ടും, പിന്നെ ഹറമിലെ റെക്കോർഡിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു സ്വരമാതിരി സ്വരത്തിന്റെ പ്രത്യേകതയുണ്ട്. അതൊക്കെ കൊണ്ടുമാണ് ജനങ്ങൾ സിദൈസിന്റെ ഇതും അതേപോലുള്ളവരുടെ പാരായണങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. മറിച്ച് എന്താണ്, അലി അബ്ദുറഹ്മാൻ ഹുദൈഫിന്റെ അദ്ദേഹത്തിന്റെ റെക്കോർഡ് സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആണ്. അതായത് തജ്വീദ് ശ്രദ്ധിച്ചുകൊണ്ട്, ഞാൻ കേട്ടിടത്തോളം 100% തജ്വീദ്, ഞാൻ കേട്ടിടത്തോളം പൂർണ്ണമായും തജ്വീദ് അതിൽ വരുന്നുണ്ട് അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫിലെ. പിന്നെ നിങ്ങള് ഇബ്രാഹിം തജ്വീദിന്റെ പാരായണം ഉണ്ട്, ഇബ്രാഹിം അഖ്ദർ.
ഇബ്രാഹിം അഖ്ദർ. ഇബ്രാഹിം അഖ്ദർ. ഇബ്രാഹിം അഖ്ദർ. അത് ഞാൻ നോക്കിയിട്ടില്ല. അത് ഇൻഷാ അല്ലാഹ് നോക്കാം. തൽക്കാലം ഇത് ഞാൻ നോക്കിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും ഇബ്രാഹിം അഖ്ദർ എന്ന് നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞു, അങ്ങനെ അഖ്ദർ ആണെങ്കിൽ അഖ്ദറിൻ്റെത് മാത്രം കേൾക്കുക. അലി അബ്ദുറഹ്മാൻ ഹുദൈഫി ആണെങ്കിൽ അലി അബ്ദുറഹ്മാൻ ഹുദൈഫിയുടെ മാത്രം കേൾക്കാം. പലതും കേൾക്കുമ്പോൾ നമുക്ക് എന്താവും, ഒരു അതായത് കറക്റ്റായിട്ട് ടച്ച് കിട്ടൂല. ഇപ്പൊ നമ്മൾ ഏതൊരു ഹിഫ്ള് പഠിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു കാര്യം, അങ്ങനെയല്ലേ, ഒരു കാര്യത്തിന്റെ ായിരിക്കും അവരെന്ത് ചെയ്ത് സ്ഥിരമായി കേൾപ്പിച്ചെടുക്കുന്നത്. അപ്പൊ ഒരു ശൈലി നമുക്ക് വരും. അപ്പൊ നമുക്ക് വന്നിടത്ത് 5 നീട്ടിയത് 6 നീട്ടിയെന്ന് സംശയം വരും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ 6 നീട്ടുന്ന സമയത്ത് 6 വരുന്ന സമയത്ത് 6-ൻ്റെതായ ഒരു ദീർഘം വരും. അത് വരണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇവരുടെ പാരായണം ശ്രദ്ധിച്ച് കേൾക്കണം. അവരെങ്ങനെയാണ് 4 നീട്ടിയിട്ട് അല്ലെങ്കിൽ 5 നീട്ടിയിട്ട് പിന്നെ 6 നീട്ടിയപ്പോൾ എങ്ങനെ വ്യത്യാസം വന്നത്, അങ്ങനെ സ്ഥിരമായി കേൾക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതേ രീതിയിൽ വന്നോളും ഇൻഷാ അല്ലാഹ്. അപ്പോ നമുക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. ഇല്ലെങ്കിൽ ഇവരുടെ പാരായണത് ഏത് ആപ്പിലെങ്കിലും ഉണ്ടോ? ഇത് നിങ്ങൾക്ക് പിന്നെ ആയാത്ത് ആപ്ലിക്കേഷൻ ഉണ്ട്. ആയാത്ത് നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. ആയാത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആയാത്ത് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ അതിൽ ഈ കാര്യത്തിലേക്ക് വരും. അപ്പൊ നിങ്ങൾ കാര്യം ആഡ് ചെയ്യുന്ന സമയത്ത് അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി ഇത് നോക്കുക. അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫിയുടെ നോക്കുക. മിക്കവാറും ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. അലി അബ്ദുറഹ്മാൻ ഇബ്രാഹിം അഖ്ദറിൻ്റെത് അൽ ഖുർആൻ എന്നുള്ള ആപ്പിൽ മുപ്പത്. അൽ ഖുർആൻ ആപ്പിൽ ഇബ്രാഹിം അഖ്ദർ ഉണ്ടല്ലേ? അതെ അതെ. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ അപ്പൊ നിങ്ങൾ ഡോക്ടർ അത് കേട്ടിട്ടുണ്ടല്ലേ? അതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്, ഏതാ കേൾക്കേണ്ട മനസ്സിലാവില്ല, ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഒരാളെ നമ്മൾ സജസ്റ്റ് ചെയ്താൽ നിങ്ങളെ ഗുരുനാഥൻ പറയുന്ന കേൾക്കുക. ഇപ്പം നിങ്ങൾ പിന്നെ ഇബ്രാഹിം അഖ്ദറിന്റെ കേൾക്കാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞു, ഓക്കെ ഇബ്രാഹിം അഖ്ദറിൻ്റെത് കേൾക്കുക. സ്ഥിരമായിട്ട് ഒരു ഉസ്താദിന്റെ കേൾക്കും, ഒരു ഷേഖിന്റെ കേൾക്കും. അപ്പൊ എന്ത് ചെയ്യും, നമുക്കൊരു ശൈലി വരും. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു പാരായണത്തിന്റെ ഒരു ശൈലി വരും. പാരായണത്തിന്റെ ശൈലി വന്നാല് ഒരു സ്ഥലത്ത് എത്ര നീട്ടി അടുത്ത സ്ഥലത്ത് എത്ര നീട്ടുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ. അഹമ്മദ് ഉസ്താദ് ഖൈറൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ യഥാവിധി പാരായണം ചെയ്യാനും യഥാവിധി മനസ്സിലാക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. الى اللقاء باذن الله. السلام عليكم ورحمه الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاك